അപ്പൊ നമുക്ക് ഇനി എൽബോ സെന്റർ സ്റ്റാൻഡേർഡ് അളവായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു അളവുണ്ട്, നോട്ട് ചെയ്താൽ 1 ഇഞ്ച് ഡയമീറ്ററിന്റെ 90 ഡിഗ്രി സ്റ്റാൻഡേർഡ് എൽബോ സെന്റർ equal to 38.1 mm millimeter. 1 mm ആണ് 1 ഇഞ്ചിന്റെ എൽബോ സെന്റർ. ഓക്കെ, 90 ഡിഗ്രി 1 ഇഞ്ചിന്റെ സ്റ്റാൻഡേർഡ് എൽബോ സെന്റർ 38.1 mm. അപ്പോൾ 2 ഇഞ്ചിന്റെ എത്ര വരുന്നത് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ഇഞ്ചിന്റെ 90 ഡിഗ്രി സ്റ്റാൻഡേർഡ് എൽബോ സെന്റർ equal to 38.1 into 2 76.2. എഴുതിക്കോളെ എഴുതിയാറുണ്ട്. നീ എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ? ഇത് നോട്ട് പഠിക്കാം. എഴുതിയിരിക്ക എൽബോ സെന്റർ പറ്റി എഴുതില്ല. അപ്പൊ അതില് അടുത്ത 3 ഇഞ്ചിന് എത്ര 90 ഡിഗ്രി എൽബോ, അത് സ്റ്റാൻഡേർഡ്. (38.1 into 3 is equal to 114.3). കറക്റ്റാണോ? നോക്ക്, കാൽക്കുലേറ്റർ നോക്ക്, കറക്റ്റാണോ? ഓക്കെ ഇല്ല. ദെൻ അടുത്തത് വന്നിട്ട് 4 ഇഞ്ചിന്റെ എൽബോ സെന്റർ 90 ഡിഗ്രി സ്റ്റാൻഡേർഡ് equal to 38.1 into 4 152.4. ഓക്കെ ആണോ? Then അടുത്തത് 6 inch 90 degree elbow, standard elbow equal to 38.1 into 6 228.9. കറക്റ്റാണോ? 0.69 അല്ല, പോയിന്റിന്റേതാണല്ലേ. ഓക്കെ, അപ്പോൾ 229 എന്ന് കൊണ്ടുവരാം. അടുത്തത് വന്നിട്ട് 8 ഇഞ്ചിന് 38.1 into 8 304.8 305 ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ 10 ഇഞ്ചിനാണെങ്കിലോ 381. പിന്നെ 12 ഇഞ്ച് അങ്ങനെ മൊത്തം 20 ഇഞ്ച് വരെ എഴുതിയെടുക്കണം. അപ്പോൾ എഴുതിക്കണം. ഏതൊരു എഴുതിക്കുക എത്ര എഴുതുന്ന ഇത് എഴുതിയില്ലേ? എഴുതല്ലയോ? 1 ഇഞ്ചിലേക്ക് തുടങ്ങി എഴുതുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എൽബോ സെന്റർ ஒரு டைப்ட்டு கண்டிப்பா அப்பதான் உனக்கு பைப் கரெக்ட்டா சைஸ் முடிச்சு பண்ண முடியும். நோட் பண்ணி எழுத சொன்னதை நோட் பண்ண. புரிஞ்சு எழுதலையா? எழுதிக்க. இது ஒரு क्वेश्चनல வரக்கூடிய 1 inch 90 degree standard elbow center is equal to 38.1 mm. அப்ப அடுத்து நம்ம இங்க என்ன பண்றது? ஒரு மெஷர்மென்ட் கொடுத்துட்டேங்கற 1800 இல்லையா? கரெக்ட்டா 1800 சைஸ் வந்து நமக்கு 4 inch